എല്ലാവർക്കും മല്ലു റൂട്ട്സ് ടിവിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോന്റെ കണ്ണ് ഓൾറെഡി തംബ്നെയിലിൽ നിന്ന് കണ്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. ഈ വീഡിയോന്റെ ആദ്യം മുതൽ അവസാനം വരെ ഉള്ളത് കാണുക. ഇത് ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് നടന്നൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഇതൊരു പക്ഷെ നിങ്ങൾക്കും നടക്കാൻ ചാൻസ് ഉണ്ട്. എംബസിന്ന് നമുക്കൊരു റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്വീഡിഷ് ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ അത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഓക്കെ. കഴിഞ്ഞ വ്യാഴാഴ്ച ഏകദേശം ഒരു 3:45-4 മണി ടൈമിൽ എനിക്കൊരു കോള് വന്നു. അതിൽ കോള് വന്നത് സ്വീഡിഷ് ഇന്ത്യൻ എംബസിന്നായിരുന്നു. കാരണം ഞാൻ ഇന്ത്യൻ എംബസിയുടെ ഫോൺ നമ്പർ എൻ്റെ മൊബൈലിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ലെക്സിയുടെ ആവശ്യത്തിന്, പാസ്പോർട്ടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ എംബസിയുടെ കോളാന്ന് കണ്ടപ്പോഴാണ് ഞാൻ എടുത്ത സമയത്ത് സതീഷ് കുമാർ എന്ന് പറഞ്ഞുള്ള ഒരു ആളാണ് വിളിച്ചത്. ആളുടെ ഡെസിഗ്നേഷനും എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ സാധാരണ ഒരു നോർമൽ ടോക്ക് പോലെ നാട്ടിലെ എല്ലാവർക്കും സുഖമാണോ, നാട്ടിൽ എപ്പോഴൊക്കെ പോയി എന്നൊക്കെ ചോദിച്ചൊരു നോർമൽ ടോക്ക് നടത്തി. അതിന് ശേഷം ആള് പറഞ്ഞു, ഇപ്പൊ ഈ കോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ കോളിന്റെ 3 അതർ ആൾക്കാർ ഈ കോളിലുണ്ട്. ഒന്ന് സ്വീഡിഷ് എംബസിയുടെ ആൾക്കാരുണ്ട്, ഒന്ന് ഇന്ത്യൻ എംബസിയുടെ ആൾക്കാരുണ്ട്, ഒന്ന് UNOയുടെ ആൾക്കാരും ഈ കോളിലെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പൊ വേറെ അതിൽ പ്രത്യേകിച്ചൊരു ഡൗട്ടൊന്നും തോന്നിയില്ല. കാരണം അത് സ്വീഡിഷ് എംബസിയുടെ ഇന്ന് വന്ന കോൾ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഡൗട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ലൈൻ ക്ലിയർ അല്ലായിരുന്നു. ചെറിയ ചെറിയ പൊട്ടലുകൂടെയാണ് കേൾക്കണം. അപ്പൊ ക്ലിയർ അല്ലായിരുന്നു. അപ്പൊ ഈ പോയിന്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. വിളിക്കാനുള്ള റീസൺ പറഞ്ഞത്, ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ ഒരു കേസ് ഫയൽ അവരുടെ ഡെസ്കിൽ വന്നിട്ടുണ്ട്. ആ വന്നതിന്റെ കാരണം 2016 ഞാൻ സ്റ്റുഡൻ്റായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഓരോ ബോർഡർ ക്രോസ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ഒരു ട്രാൻസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യുമല്ലോ. അപ്പോൾ ആ ഫോം ഫില്ല് ചെയ്തതിൽ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ് കൊടുത്തിരിക്കണേ എന്നാണ് പറഞ്ഞത്. ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവർ ചോദിച്ചു, അത് 2016 കാര്യം ഇപ്പം എങ്ങനെയാണ് ചോദിക്കണേന്ന് ചോദിച്ചു. ഞാൻ വരുന്ന സമയത്ത് ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടില്ല. എന്തൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടുത്തെ ഓഫീസർ അപ്പം തന്നെ എന്നോട് ക്ലിയർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വേറെ പ്രത്യേകിച്ച് ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അവർ പറഞ്ഞു, ഇതൊരു വലിയൊരു പ്രോബ്ലം ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം നിങ്ങളുടെ തെറ്റായ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തുകൊണ്ട് ഇന്ത്യൻ എംബസി ഇവിടെ നിന്നും ഞങ്ങളതിനെ കയറ്റി അയക്കാനുള്ള ഡീറ്റെയിൽസുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ സ്വീഡിഷ് എംബസി അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഇവിടുത്തെ തെറ്റായ ഡീറ്റെയിൽസുകളെ കൊടുത്തു. അതായത് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റായി കൊടുത്തത് കൊണ്ട് ഞാൻ ഇവിടെ ലീഗലി അലൗഡ് അല്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത് ഇത്രയും സംഭവം എത്തുന്നതിന് മുമ്പ് തന്നെ നോർമലായിട്ട് അവർ വിളിച്ചപ്പോൾ തന്നെ നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറും പിന്നെ അഡ്രസ്സും ഇതെല്ലാം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എന്ന് ട്രാവൽ ചെയ്തു, എന്നൊക്കെ നാട്ടിൽ പോയി വന്നു, എത്ര പേരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടു. അപ്പോൾ നോർമൽ നമ്മളൊരു എംബസിയുടെ കോളെന്ന് കണ്ടപ്പോൾ നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽസ് കൊടുത്തു. ഈ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിയതിന്റെ ശേഷമാണ് അവർ എന്നോട് ഈ പ്രോബ്ലം പറഞ്ഞത്. ഞാൻ 2014 സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇവിടുന്ന് കയറ്റി അയക്കാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതിന് പറഞ്ഞു. അപ്പോൾ അതിന്റെ ലീഗൽ ഫോർമാറ്റ് എന്താണെന്ന് പറഞ്ഞെങ്കിൽ, ഒന്നെങ്കിൽ ഞാൻ 5 മില്യൺ സ്വീഡിഷ് ക്രോണ ഇവിടെ 5 വർഷം നിന്നതിന്റെ ഫൈനായിട്ട് പേ ചെയ്യേണ്ടി വരും. അതും കൂടാതെ ഞാൻ ഇവിടെ ചെയ്ത തെറ്റിന്റെ സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്തെന്ന കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അതിനൊക്കെ ആവശ്യമുണ്ടോ, അങ്ങനത്തെ പ്രൊസീജിയറിനൊക്കെ പോകണോ എന്നുള്ളത് പറഞ്ഞപ്പോൾ ഇതൊരു ഇന്ത്യൻ എംബസിന്ന് വരുന്ന നമ്പർ. കാരണം ഇന്ത്യൻ എംബസിന്റെ ഓൾറെഡി ഞാൻ സേവ് ചെയ്ത് വെച്ച നമ്പറിൽ നിന്ന് കോൾ വന്നതുകൊണ്ടാണ്. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ ഞാനും പലപ്പോഴായിട്ടും ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യണേ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ കാരണം നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷൻ വന്നപ്പോഴാണ് അറിയുന്നത്. കാരണം അവർ ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, റിയലിസ്റ്റിക് ആയിട്ടാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങളും അവരുടെ ഐഡിയ ഒക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തെറ്റാണെങ്കിലും പെട്ടെന്ന് നമ്മൾ വിചാരിക്കണം അത് ശരിയായിരിക്കും എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇത്രയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ അപ്പം ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു പോയിട്ട് പാസ്പോർട്ട് എടുത്ത് കൊണ്ടുവരാനൊക്കെ മലയാളത്തിൽ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, വേറെ ലാംഗ്വേജിൽ സംസാരിക്കരുത്, ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കുള്ളൂ. കാരണം ഇതിൻ്റെ എൻഡിലും മറ്റുള്ള ഏജൻസികളെല്ലാം ഉണ്ട്. പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതെല്ലാം ഫേക്ക് ആയിരുന്നു, അവർക്ക് നമ്മൾ എന്താ സംസാരിക്കണതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞിരിക്കണതെന്ന്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. അവരുടെ ഒരു സ്കാം
നടത്തുന്ന ഒരു മെത്തേഡ് നോട്ട് ചെയ്തിരിക്കുക. ഇതിന്റെ ഒരു ടോൺ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഡൗൺ ആയി ഇരിക്കുന്ന സമയത്ത് അവർ നല്ല നമ്മുടെ അടുത്ത് ഡിമാൻഡിങ് ആയി പറയും. നമ്മൾ ഡിമാൻഡിങ് ആയി അവർ കുറച്ച് താഴ്ന്നു. അപ്പോൾ നമുക്ക് ഫുൾ കൺട്രോളും പിന്നെ നമ്മുടെ വോയിസ് ഒക്കെ അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പതറിച്ച് തോന്നുന്നതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ഹോൾഡ് ആവും. അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഓക്കെ സോറി പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം അവർ പറഞ്ഞു ഓക്കെ ഞാൻ അപ്പോൾ വൈഫ് പറഞ്ഞു ഒരു പക്ഷേ ചിലപ്പോൾ അത് ഹാൻഡ് റൈറ്റിങ്ങിന് മിസ്റ്റേക്ക് ആയി. കാരണം അവർ മെയിൻ കാണിച്ചിരിക്കുന്നത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1984 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. പക്ഷെ ഞാൻ ഇട്ടിരിക്കുന്ന 1989 പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പക്ഷെ ഞാനത് ചിലപ്പോൾ റൈറ്റ് ചെയ്തതിൻ്റെ പ്രശ്നമായിരിക്കുന്നു. അപ്പോൾ അവർ വേറൊരു ലോ പറഞ്ഞു, നമ്മൾ കൊടുക്കുന്ന റൈറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് വളരെ ക്ലിയർ ആയിട്ടിരിക്കണം ഡീറ്റെയിൽസ് എഴുതാൻ, ഇല്ലാന്നുണ്ടെങ്കിലും ഈ പ്രോബ്ലം തന്നെയാണെന്നുള്ള എന്തൊരു ലോയുടെ ഒരു ഭാഗം പറഞ്ഞു. ഇത്രയ്ക്ക് പറഞ്ഞു കേട്ടപ്പോൾ നമുക്കൊരു അരമണിക്കൂറോളായി ഈ കോൾ ഇങ്ങനെ വിളിക്കുന്നത്. അപ്പം നമുക്കൊക്കെ ആകെ പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു നമ്മൾ. കാരണം സ്വീഡിഷ് ഇന്ത്യൻ എംബസി എന്നാണ് വിളിക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഓക്കെ ചിലപ്പോൾ നിങ്ങൾ തെറ്റായിട്ടുള്ള കാര്യമായിരിക്കില്ല ചെയ്തിട്ടുണ്ടായിരിക്കുക, അതുകൊണ്ട് ഇത് ഓവർകം നിങ്ങൾ ഇത്രയും കാലം ഇവിടെ വർക്ക് ചെയ്തതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഓവർകം ചെയ്യുന്ന ഒരു ചെറിയ ഫൈൻ അടക്കേണ്ടി വരും. എന്നോട് അവർ ആവശ്യപ്പെട്ടത് 20,000 സ്വീഡിഷ് ക്രോണയാണ് അവർ ആവശ്യപ്പെട്ടത്. ഇത് എങ്ങനെ നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ സാധാരണ കേസിൽ പെട്ടെന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ വരുമ്പോൾ നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ ആയിരിക്കും. അപ്പോൾ ഈ ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബാങ്ക് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കില്ല, ഓൺലൈനിൽ ഞാൻ കൊടുക്കാറില്ല ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ നമുക്ക് അടുത്തുള്ള സ്ഥലത്ത് പോയിട്ട് മണി അയക്കാമെന്ന് പറഞ്ഞു. മണി അയക്കാമെന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്നെങ്കിൽ വെസ്റ്റേൺ യൂണിയൻ അല്ലെങ്കിൽ മണിഗ്രാം എന്നുള്ള പറഞ്ഞുള്ള സ്ഥലത്ത് പോയിട്ട് അയക്കാൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറുതായിട്ടൊരു ഇതായി. ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽസ് നമ്മളെ വിളിച്ചിട്ട് പറയും മണിഗ്രാം പോലുള്ള സ്ഥലങ്ങളിൽ അയക്കാന്ന് പറയുന്നത് അത്ര ജെന്യൂനിറ്റി തോന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുന്ന് മണിഗ്രാമും മറ്റേ എന്താ പറയുക വെസ്റ്റേൺ യൂണിയൻ ഒക്കെ 1-1.5 മണിക്കൂറുണ്ട് ഇവിടുന്ന് ട്രാവൽ ചെയ്തിട്ട് വേണം പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അന്നത് കാര്യം ചെയ്യുക ബിറ്റ് കോയിൻ ആയിട്ട് അയക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് പകുതിയോളം മനസ്സിലായി, കാരണം ഇത് ഫുള്ളി സ്കാം ആണ് ഇത്. പക്ഷേ അപ്പോഴും എനിക്ക് ഡൗട്ട് തോന്നണത് ഒരു ഇന്ത്യൻ എംബസിയുടെ നമ്പറിൽ നിന്ന് ഇവർക്ക് എങ്ങനെ വിളിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ വൈഫിൻ്റെ അടുത്ത് ഞാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, എഴുതിയിട്ട് കാണിച്ചു, ഇന്ത്യൻ എംബസിക്ക് വിളിച്ചു ചോദിക്കാൻ എന്നുള്ള രീതിയിൽ വൈഫിൻ്റെ അടുത്ത് കാണിച്ചു. വൈഫ് വിളിച്ചു, പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി 4 o'clock ഇന്ത്യൻ എംബസി ഇവിടെ അടയ്ക്കും. അപ്പോൾ അതും ഒരു സ്കാമിന്റെ ഭാഗമാണ്. കാരണം ഇവിടുത്തെ എംബസി അടയ്ക്കുന്ന ഒരു ടൈം നോക്കിയിട്ടാണ് അവർ നമ്മളെ സ്കാം വിളിക്കുന്നത്. ഓക്കെ, ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ബിറ്റ് കോയിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. കാരണം ബിറ്റ് കോയിൻ ഓൾറെഡി ഒക്കെ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കറിയാം ഇങ്ങനെ ബിറ്റ് കോയിൻ ഒരു ഗവൺമെന്റ് ഓഫീഷ്യൽസും സപ്പോർട്ട് ചെയ്യുന്നില്ല ബിറ്റ് കോയിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം എനിക്ക് ഐഡിയ ആയി ഇത് ഫേക്ക് കോളാന്നുള്ളത്. പക്ഷെ ഒന്നുകൂടി കൺഫേം ചെയ്യണം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞു ഈ 3 സംഭവം നടക്കാൻ തോന്നുന്നില്ല, കാരണം എനിക്ക് ഈ സംഭവങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അടുത്തത് അതാണ് ട്രഡീഷണൽ സ്കാമിങ്ങിൻ്റെ മെത്തേഡ്. നമുക്കിതൊന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തത് അവർ പറഞ്ഞത് നമ്മുടെ ലാപ്ടോപ്പ് കണക്ട് ചെയ്യാൻ, അതായത് അവർക്ക് റിമോട്ടായിട്ട് നമ്മുടെ ലാപ്ടോപ്പ് കണക്ട് ചെയ്യാം. അപ്പോൾ അവർ നമ്മൾ കൺട്രോൾ ചെയ്ത് തരാമെന്ന്, അവർ പേ ചെയ്യേണ്ട രീതിയൊക്കെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ തന്നെ ഫുള്ളി കൺഫേംഡ് ആയി ഇതൊരു സ്കാം ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു ഇത് റെക്കോർഡ് ചെയ്യേ, നമുക്കിതൊരു എവിഡൻസ് ആയിട്ട് എടുത്ത് വെക്കാം. ഇതിൻ്റെ വീഡിയോൻ്റെ ശേഷം ഞാൻ ആ എടുത്തുള്ള കുറച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം അവിടെ. അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ടീം വ്യൂവർ, പിന്നെ അങ്ങനെ പോലെ ഇത് വേറെ അസിസ്റ്റന്റ് ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ട്രഡീഷണൽ ആയിട്ടൊരു സ്കാം ചെയ്യുന്ന സംഭവം. കാരണം നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് അവർക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന ഫയലുകളും കാര്യങ്ങളെല്ലാം അവർക്ക് ആക്സസ് ചെയ്യാം. ബേസിക്കലി അതാണ് സംഭവം. അപ്പോൾ ഇവരെന്നെ ട്രിക്ക് ചെയ്യണം. കാരണം എനിക്കറിയാം ഈ സംഭവം ഞാൻ ഓപ്പൺ ചെയ്ത് എൻ്റെ ലാപ്ടോപ്പിൽ നിന്നുള്ള എടുക്കും എന്നുള്ളതോ എനിക്കറിയാം. അതുകൊണ്ട് ജസ്റ്റ് ട്രിക്ക് ചെയ്യാനായിട്ട് ഞാൻ വെറുതെ കീബോർഡിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് പല കാര്യങ്ങളും കാണാനില്ല, അറിയില്ല എന്ന രീതി. കാരണം അവർ സംസാരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ പ്രൊഫഷണലോണാണെന്നുള്ള അവർക്ക് അറിയില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ഫേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അറിയില്ല എന്ന രീതിയിൽ പറഞ്ഞു. എന്നിട്ട് അതും നടക്കണില്ല എന്ന് കണ്ടപ്പോൾ ലാസ്റ്റ് അവരെന്ത് ചെയ്തു, വേറൊരു എന്താ പറയുക ഒരു സ്വീഡിഷ് ഇംഗ്ലീഷോട് കൂടി അത് അവർ പഠിച്ചെടുത്താണ് ആ സ്ലാങ്. ഒരാൾ എന്നോട് സംസാരിച്ചു ഇങ്ങനെ ഇത് കണക്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ സംഭവങ്ങൾ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട്. എന്നാൽ അവർ പറഞ്ഞു അടുത്തുള്ള എവിടെയെങ്കിലും പോയിട്ട് പൈസ അടച്ചില്ലെങ്കിൽ നാളെ 3 പേര് നിങ്ങളുടെ വീട്ടിലേക്ക് വരും. ഈ 3 പേര് വീട്ടിലേക്ക് വന്നിട്ട് അവർ നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് മാറും. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് അതിന് മുമ്പ് ചോദിച്ചു ഈ തെറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് എനിക്ക് കാണണ്ട, എന്നാലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു നാളെ 3 പേര് നിങ്ങളുടെ വീട്ടിലേക്ക് വരും. ആ വീട്ടിലേക്ക് വരുമ്പോൾ അവരിൽ ഈ ഡോക്യുമെന്റ് ഉണ്ട്. അപ്പോൾ അവർ കുറേ നമ്പറും ഈ നമ്പർ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അവർ കിട്ടും. പിന്നെ ഈ 20,000 നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 20,000 റീഫണ്ട് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ
എനിക്ക് ഓൾറെഡി മനസ്സിലായി, വൈഫിൻ്റെ അടുത്തും പറഞ്ഞു ഇത് ഫേക്കാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഓക്കെ ഞാൻ പൈസ അയക്കാം, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു. അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് പറഞ്ഞു ഒരു മണിഗ്രാം എന്ന സ്ഥലത്ത് ചെല്ലേണ്ട സമയത്ത് അവരെ വിളിച്ച അവർ ഓൺലൈനിലുണ്ട്, കട്ട് ചെയ്യേണ്ട ഓൺലൈനിലുണ്ട്, അവിടെ എത്തുമ്പോൾ തരാം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പോണേറ്റ് മുമ്പ് വാഷ്റൂമിൽ പോകണം എന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല വാഷ്റൂമിൽ പോകുമ്പോഴും ഫോൺ കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ചോദിച്ചവർക്ക് UN ഞാൻ എന്താണ് വാഷ്റൂമിൽ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഫോൺ വാഷ്റൂമിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ അത് വേണ്ട 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 ഇവിടെ വെച്ചിട്ട് പൊക്കോന്ന് പറഞ്ഞു. ഞാൻ ഫോണ് അവിടെ വെച്ചു, ഹോൾഡ് ചെയ്യരുത്, കട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ചിട്ട് എൻ്റെ വർക്ക് ഫോണിൽ നിന്ന് ഞാൻ നേരെ പോലീസിനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്തു. അവർ 1-2 ആൾക്കാരെ സംസാരിച്ചിട്ട് അവർ എൻ്റെ പേഴ്സണൽ നമ്പറൊക്കെ ചോദിച്ചു. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം. ചോദിച്ചതിൻ്റെ ശേഷം അവർ പറഞ്ഞു ഇത് ഫേക്കാണ്, ഇങ്ങനെ സംഭവമില്ല. പിന്നെ ഞാൻ കൂടുതൽ പറഞ്ഞില്ല, കാരണം അവർ കൺഫേം ചെയ്തു അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് 8-9 ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടും. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എത്രയും പറഞ്ഞിട്ട് കുറേ അവർ വിളിച്ചു പോയിട്ട് കാര്യമൊന്നും നടന്നില്ല. അവർ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 21 പ്രാവശ്യമാണ് എന്നെ വിളിച്ചത് അവർ, എന്ന് വെച്ചാൽ കട്ട് ചെയ്തിട്ട് പോയി. ഓക്കെ, അപ്പോൾ ഇത് അപ്പം തന്നെ ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ എംബസിക്ക് അയച്ചു കൊടുത്തു സംഭവം. അവർ അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് റിപ്ലൈ ചെയ്തു. കാരണം ഇത് ഒരുപാട് നടന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞു. പക്ഷേ ഇത് അവരുടെ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ ഇത് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എംബസി ആരെയും അങ്ങോട്ട് വിളിച്ച് ഡോക്യുമെൻറ്റ്സോ ഡീറ്റെയിൽസോ ഒന്നും ചോദിക്കില്ല എന്ന് അവർ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു പക്ഷെ നടക്കാം, ഇനിയും നടക്കാം. കാരണം ഇന്ത്യൻ എംബസിയുടെ നമ്പർ ആരെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പോലീസിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഇന്ത്യൻ എംബസിയിൽ നിന്ന് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഒരു ഡീറ്റെയിൽസും കൊടുക്കരുത്, അത് ക്യാൻസൽ ചെയ്തേക്ക്. കാരണം നമ്മുടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇന്ത്യൻ എംബസി ഒരിക്കലും നമ്മളതിന് കോൺടാക്ട് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ അതൊരു എനിക്കൊരു പാടാണ്. ആ സംഭവം നിങ്ങൾ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയുന്നത് വെച്ചെങ്കിൽ പലപ്പോഴായിട്ടും ഞാൻ വിചാരിച്ചിട്ട് ഈ ആൾക്കാർ ഇങ്ങനെ സ്കാമിൽ പെട്ടു പോകുമ്പോൾ ഇവർക്ക് എന്ത് ബോധമല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവരെ വെൽ ട്രെയിൻഡ് ആണ്. നമ്മളതിനെ ട്രിക്ക് ചെയ്യാൻ ഞാൻ വിചാരിച്ചാൽ എന്നെ ഒരിക്കലും ട്രിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള. പക്ഷെ നമ്മളതിനെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ നേരം പിടിച്ച് കുലുക്കി നിർത്തി, അതായത് പിടിച്ച് വിറങ്ങലിപ്പിച്ച് നിർത്തി. ആക്ച്വലി കുറച്ച് സമയം കൂടി അവർ ആ ബിറ്റ് കോയിന് അവർ ആ ട്രഡീഷണൽ മെത്തേഡ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ പൈസ പേ ചെയ്തായിരുന്നു, എങ്ങനെയെങ്കിലും എടുത്ത് പേ ചെയ്തായിരുന്നു. കാരണം ഇവിടുന്ന് കയറ്റി വിടാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാലോ ഇത്രയും കാലം നമ്മൾ എഫർട്ട് എടുത്തതൊക്കെ വെറുതെ ആയി പോകില്ലേ. ഇതിലെ ഏറ്റവും ഫണ്ണി പാർട്ട് എന്താണെന്ന് വെച്ചെങ്കിൽ എംബസിയിൽ നിന്ന് റിപ്ലൈ ചെയ്ത ആളുടെ പേരും സതീഷ് കുമാർ, ഫസ്റ്റ് സെക്രട്ടറി ഓഫ് പാസ്പോർട്ടും ഇതിൻ്റെ മെയിൻ ആളാണ് സതീഷ് കുമാർ എന്ന് പറഞ്ഞ ആള്. ഓക്കെ, അപ്പോൾ ഇവർ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്കാമാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ, അവർ വർക്ക് ചെയ്യുന്ന പൊസിഷൻ, അവരുടെ ID നമ്പർ ചിലപ്പോൾ ഫേക്ക് ആയിരിക്കാം ID നമ്പർ. പിന്നെ അതുകൂടാതെ എംബസി ഇവിടെ 4 മണിക്ക് ക്ലോസ് ചെയ്യുമെന്ന് അറിയാം. ഇൻ കേസ് ആരെങ്കിലും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ വർക്ക് പെർമിറ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കുള്ള ഒരു സംഭവമാണ്. നമ്മളെ കയറ്റി വിടാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ പൈസ പേ ചെയ്യാമെന്ന് റെഡി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതാരും അങ്ങനെ വിചാരിക്കരുത്, അങ്ങനെ സംഭവമില്ല. ചിലപ്പോൾ ഇതേ മെത്തേഡ് ആയിരിക്കില്ല, ചിലപ്പോൾ വേറെ ഏതെങ്കിലും നമ്പറായിട്ടായിരിക്കും വിളിക്കേണ്ടായിരിക്കുക. പക്ഷേ വിളിക്കുകയാണെങ്കിൽ ഉടനടി ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം. ഇതേപോലെ UK സമയത്ത് ഞങ്ങളെ വിളിച്ചപ്പോൾ അവിടുത്തെ പോലീസ് ഞങ്ങളെ അടുത്ത് റിപ്പോർട്ട് പറഞ്ഞത് വിസിലെടുത്തിട്ട് ആ ഫോണിലേക്ക് ബ്ലോ ചെയ്യാനാണ് അവർ പറഞ്ഞത്. ഓക്കെ, വൈഫിൻ്റെ അടുത്ത് അന്ന് ആരൊക്കെയോ അന്ന് ഇതേപോലെ പുറത്തുനിന്നൊക്കെ വിളിക്കുന്ന സംഭവം കണ്ടപ്പോൾ അവർ വിസിലെടുത്തിട്ട് ബ്ലോ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്യാം, ട്രിക്ക് ചെയ്യുക, അവർ ടൈം വേസ്റ്റ് ചെയ്യിപ്പിക്കുക, എന്ത് വേണം ചെയ്യാം. ഞങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസും ഇതെല്ലാം കൊടുത്തുപോയി. അപ്പോൾ അതൊരു ഇതായിട്ട് തോന്നുന്നുണ്ട്, റിഗ്രറ്റ് ആയിട്ട്. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കൂടി വരാതിരിക്കട്ടെ. ഇനി ബാക്കിയുള്ളത് ഞാൻ വൈഫ് ഷൂട്ട് ചെയ്ത കുറച്ച് വീഡിയോസ് കാണാം. ഓക്കെ, പക്ഷെ അതൊരു പിന്നെ ആലോചിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ലെസൺ അതിന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള സംഭവം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ ഫ്രം റെയിൻ കുഞ്ഞു, ലെക്സി ആൻഡ് ടോബി. Bye.